الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وأصحابه وأتباعه أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أفلح من زكاها وقد خاب من دساها. صدق الله مولانا العظيم. يأتي الشيطان أحدكم فيقول من خلق كذا من خلق كذا حتى يقول من خلق ربك، فإذا بلغه فليستعذ بالله ولينتهي فليقل آمنت بالله. صدق نبينا رسول الله. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, പടച്ച റബ്ബ് നമുക്കെല്ലാവർക്കും ഈ രാവും പകലുകളും ഒക്കെ ഖൈർ വർദ്ധിപ്പിക്കാൻ തൗഫീഖ് നൽകട്ടെ. ചെയ്യുന്ന അമലുകളൊക്കെയും മഖ്ബൂലും മുബാറക്കുമായ അമലാക്കി തരട്ടെ. ശ്രദ്ധിക്കേണ്ട, സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ഏതാനും പ്രഭാതങ്ങളിലെ ക്ലാസുകൾ കടന്നുപോയത്. ഇന്ന് പറയാനുള്ള വിഷയം മഹാനായ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളുടെ സതുപദേശങ്ങളുടെ കൂട്ടത്തിൽ മഹാനവറുകൾ ഓർമ്മപ്പെടുത്തിയത് മനുഷ്യനൊരു തിരിച്ചറിവുണ്ടാകണം. മനുഷ്യന് നാശകാരികളായ ചില സ്വഭാവങ്ങളുണ്ട്, അത് തിരിച്ചറിയണം. നാശകാരികളും രക്ഷകാരികളുമായിട്ടുള്ള രണ്ട് തരം സ്വഭാവങ്ങൾ ഉണ്ട് മനുഷ്യനെ അനുഭവിക്കാനും നേരിടാനും. അതിനെ തിരിച്ചറിയണം. നാശകാരികളെ തിരിച്ചറിഞ്ഞ് അതുമായിട്ട് നമ്മൾ അകന്നു നിൽക്കണം, അല്ലെങ്കിൽ നമുക്ക് നാശം പിടിപെടും. രക്ഷകാരികളായിട്ടുള്ള ചില സ്വഭാവങ്ങളുണ്ട്, അതിനെ നമ്മൾ മുറുകെ പിടിക്കണം. അത് നമ്മുടെ മനസ്സിൽ നിന്നുണ്ടാകുന്നതാണ് ഈ സ്വഭാവങ്ങൾ. ഹൃദയ രോഗങ്ങളാണ് പൊതുവെ നാശകാരികൾ എന്ന് പറയുന്നത്. നമ്മൾ ചെയ്ത അമലൊക്കെ ബാത്തിലാക്കി കളയും. കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ, അല്ലാഹുവിൽ നിന്ന് കിട്ടേണ്ട, പാരത്രികമായി ലഭിക്കേണ്ട ഔന്നത്യം, സ്വർഗം എല്ലാം നമുക്ക് നഷ്ടപ്പെടുത്തി കളയും. എന്തുകൊണ്ട്? നമ്മുടെ ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന ചില സ്വഭാവങ്ങളുമുണ്ട്. അപ്പൊ ഹൃദയ രോഗങ്ങൾ എന്നാണ് അതിന് പറയാം. അമ്രാദുൽ ഖുലൂബ്, ഹൃദയ രോഗങ്ങൾ. ആ രോഗങ്ങൾ നാശകാരികളാണ്. അതിലൊന്നാമത്തെ നാശകാരിയായിട്ടുള്ള സ്വഭാവം എന്താന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ കാര്യത്തിൽ സംശയം ഉണ്ടാകുക എന്നുള്ളതാണ്. ചിലരൊക്കെ മുസ്ലിമാണ്, മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ആളാണ്, പക്ഷെ യാന്ത്രികമായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. റമദാൻ വരുമ്പോൾ പള്ളിയിലൊക്കെ വരും, ഒരു ഏനാദാന വിശ്വാസമായിട്ട്. എന്നാലും അവന്റെ മനസ്സിന്റെ ഉള്ളിൽ സംശയമാണ്, അള്ളാഹിനെ കുറിച്ച് സംശയമാണ്. ഇന്ന് ആ സംശയം മനസ്സിലുള്ളത് കൂടുതൽ പ്രകടമായി വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് കാണാനുള്ളത്. അതാണ് എക്സ് മുസ്ലിമീങ്ങൾ വർദ്ധിക്കുന്നത്. ഈ മനസ്സിലുള്ള സംശയം വെളിച്ചത്താകുക. അങ്ങനെ എക്സ് മുസ്ലിം. പണ്ടൊക്കെ മുസ്ലിം അമുസ്ലിങ്ങളുടെ രണ്ട് തരംതിരിവുണ്ട്. ഇപ്പൊ ഒരു മൂന്നാമത്തെ ഒരു വിഭാഗം കൂടി ശ്രദ്ധിക്കപ്പെട്ടാണ് എക്സ് മുസ്ലിം എന്ന് പറഞ്ഞാൽ നേരത്തെ മുസ്ലിം ആയിരുന്നു, ഇപ്പൊ അതില്ല, എനിക്ക് ഇസ്ലാം ഇപ്പൊ വേണ്ട. എന്താ എനിക്ക് തകരാറ് തുടങ്ങിയത്? കൽബിനുള്ള ഈ സംശയമാണ്. നോക്കൂ, നിങ്ങൾ തിരുനബി പഠിപ്പിച്ചൊരു ഹദീസ്, യഅതി ശൈത്താനു അഹദക്കും, പിശാച് നിങ്ങൾ ഓരോരുത്തരുടെയും അരികിൽ വരും, സമീപിക്കും നിങ്ങൾ ഓരോരുത്തരെയും. എന്നിട്ട് അവരിങ്ങനെ ചിന്തിപ്പിക്കും, മൻ ഖലഖ കദ മൻ ഖലഖ കദ, ഇതാരാ പഠിച്ചത്, അതാരാ പഠിച്ചത്, മറ്റേതാരാ പഠിച്ചത്. അപ്പൊ നമ്മുടെ മനസ്സെന്നെ മറുപടി പറയും, ഇത് പഠിച്ചത് പഠിച്ചോനെ അല്ലാഹു, അതും അല്ലാഹു. ആകാശം പഠിച്ചത് അല്ലാഹു, ഭൂമി പഠിച്ചത് അല്ലാഹു, നദികളും മലകളും പഠിച്ചത് അല്ലാഹു. ഇങ്ങനെ ഓരോന്നിനെ ആൻസർ പറയിപ്പിക്കുക. അവസാനം വന്നിട്ട് നീ ആ പറഞ്ഞ പഠിച്ചോനെ ആരാ പഠിച്ചത്?
നീ ഇപ്പൊ പറഞ്ഞല്ലോ ഓരോന്നിനും ആൻസറായിട്ട് ഇതൊക്കെ പഠിച്ചോനാ ആ പഠിച്ചതാരാ എന്ന് ചോദിക്കും. ആ ചോദ്യത്തിലേക്ക് എത്തിക്കുന്നത് പിശാചാണ്. ആരുടെയെങ്കിലും മനസ്സിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ എത്തിയാൽ അവിടെ എത്തിയിട്ട് സ്റ്റോപ്പ് ചെയ്യണം. അവൻ പെട്ടെന്ന് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയണം. ചോദിച്ച് അള്ളാനെ ആരാ പഠിച്ചത് എന്ന് ചോദിക്കുമ്പോ സമയത്തെത്തുമ്പോ അത് പൈശാചികതയാണ് തിരിച്ചറിയണം. പിശാചിനെ തൊട്ട് കാവൽ തേടുന്ന പ്രാർത്ഥന അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം അത് ചൊല്ലണം. അവിടെ വെച്ചിട്ട് അവൻ അവസാനിപ്പിക്കണം, അവിടെ അങ്ങോട്ട് പോണ്ട. ഫൽയഖുൽ ആമൻതു ബില്ലാഹ്, പകരം അവൻ എന്തു പറയട്ടെ? ആമൻതു ബില്ലാഹ്, ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. കാരണം എന്താ? സൃഷ്ടികൾക്കാണ് സ്രഷ്ടാവ് വേണ്ടത്. സ്രഷ്ടാവിന് വേറൊരു സൃഷ്ടാവിന്റെ ആവശ്യമില്ല. അതാണ് അതിന്റെ വിഷയം. അതിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ഈ അറിവില്ലാത്ത ആളുകൾ കുറെ ചിന്തിച്ച് തലകുണ്ടാകുക എന്നല്ലാതെ വേറൊന്നും അതിനുണ്ടാവില്ല. വാസ്തവത്തിൽ ഈ പ്രപഞ്ചത്തെയൊക്കെ സൃഷ്ടിച്ചവൻ, പടച്ചവൻ ഒരു രക്ഷിതാവാണ്. അവന് വേറെ സൃഷ്ടാവില്ല. അവന് വേറൊരു സൃഷ്ടാവുണ്ട്. ഓൻ പടച്ചവനാവൂലോ, ഓൻ പടപ്പല്ലേ ആവുമല്ലോ. പടച്ചവനും പടപ്പും തമ്മിൽ വലിയ വ്യത്യാസമല്ലേ? പടപ്പുകൾക്കാണ് ഒരു പടച്ചവനിലേക്ക് ആവശ്യം. പടച്ചവൻ എന്ന് പറഞ്ഞാൽ അതിലേക്ക് വേറെ പടച്ചവനിലേക്ക് ആവശ്യമുള്ളതല്ല. ഇത് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അപ്പൊ അതൊരു പിശാചിന്റെ കുതന്ത്രങ്ങളും ദുർബന്ധവുമാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞ് ആമൻതു ബില്ലാഹ് എന്ന് പറയണം. ഇതാണ് ആ മനസ്സിലുണ്ടാകുന്ന സംശയ രോഗത്തിനുള്ള മറുമരുന്ന്. ഇത് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. ഇന്ന് കൂടുതലും ഓരോ മനുഷ്യനും ചിന്തിക്കുന്നത് ഓന്റെ അറിവും യുക്തിയും ബുദ്ധിയും, അതിനനുസരിച്ച് കാര്യങ്ങളെ മനസ്സിലാക്കുക. അതിന് ഉൾക്കൊള്ളാൻ കഴിയാത്തതിനൊക്കെ നിഷേധിക്കുക. എന്നാൽ അവൻ കുറച്ചുകൂടി പഠിച്ചാൽ അവന്റെ ബുദ്ധിയും വിവേകവും ഒക്കെ വർദ്ധിക്കും, അവന്റെ ചിന്തയും വികസിക്കും. അതിനും തയ്യാറാകുന്നില്ല. ഓൻ ആ ഇട്ടാവട്ടത്തിൽ ഇരുന്നു കൊണ്ടാണ് ഇസ്ലാമിനെ വിലയിരുത്തുന്നത്. അപ്പോഴാണ് ഇസ്ലാമിന്റെ ഒരു വിമർശകനായി മാറേണ്ടി വരുന്നത്. വാസ്തവത്തിൽ ഇത് നമ്മുടെ നാശകാരിയാണ്, നമ്മുടെ ആഹാരം നശിപ്പിക്കും എന്ന് മാത്രമല്ല, മരണസമയം ചീത്ത മരണം ആയി പോകാൻ അത് ഇടവരുത്തും. അതുകൊണ്ട് ഹൃദയത്തിൽ നിന്ന് സംശയ രോഗം മാറ്റേണ്ടതുണ്ട്. അതിനെന്താ മാർഗം? അത് മതവിജ്ഞാനമുള്ളവരുമായി സംവദിച്ച് അവന്റെ സംശയങ്ങൾ തീർക്കുക. ഇനി അങ്ങനെ കനപ്പെട്ട പണ്ഡിതന്മാരെ അവന്റെ മുന്നിൽ കാണുന്നില്ല എങ്കിൽ മുൻഗാമികൾ എത്രയോ കഴിഞ്ഞുപോയി. വലിയ വലിയ ആലിമീങ്ങൾ അവരെഴുതി വെച്ച കിതാബുകൾ, പുസ്തകങ്ങളുണ്ട്, അത് വായിക്കണം. ഇപ്പൊ എല്ലാ ഭാഷയിലും ഉണ്ടല്ലോ. അതൊക്കെ നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ എത്രയോ അതിന്റെ വിശാലം ബഹർ പോലെ വിശാലമായി കിടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഹൃദയ രോഗങ്ങൾ നാശകാരികളാണ്. അതിലൊന്ന് സംശയമാണ്. രണ്ടാമത്തത് കിബ്റാണ്. പിശാചിന്റെ വിശേഷണങ്ങളിൽ പെട്ടതാണ് ഈ അഹങ്കാരം എന്ന് പറയുന്നത്. പിശാചിന് ഒരുപാട് വിശേഷണങ്ങൾ അതിൽപ്പെട്ടതാണ് അഹങ്കാരം. അത് നമ്മൾ കൈപ്പറ്റലും. ഈ കിബ്ർ എന്ന് പറയുന്ന ഈ അഹങ്കാരം എന്ന് പറയുന്നതും അതൊരു ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഒരു തരം രോഗമാണ്. ഇന്നത്തെ ലിബറൽ ചിന്താഗതിക്ക് പിന്നിലൊക്കെ ഉള്ളത് എന്താണ്? കിബ്റാണ്. എന്താണ് കിബ്ർ? ഓനാണ് ഏറ്റവും അറിയുള്ള ആള്, ഓനാണ് ഏറ്റവും വലുത്, ബാക്കിയുള്ളവരൊന്നും പഠിച്ചിട്ടുമില്ല, ഒന്നും തിരിഞ്ഞിട്ടില്ല, ഓരൊന്നും അല്ല, ഇവന്റെ അപ്പുറത്തേക്ക് വേറൊരു ലോകമല്ല എന്ന് സ്വന്തത്തെ കാണുന്നതിനാണ് കിബ്ർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ലിബറൽ ചിന്താഗതിക്കാർക്കൊക്കെ വന്നിട്ടുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ അവരിലപ്പുറം വേറൊരു ആളില്ല എന്നുള്ളൊരു ചിന്താഗതിയാണ്. فمن تعاظم في نفسه وأعجب بها واحتقر الناس واستصغرهم فهو المتكبر الممقوت. ഒരാൾ സ്വന്തത്തെ വലുതായി കാണുക, സ്വന്തത്തിന്റെ കാര്യത്തിൽ ഓനിക്ക് തന്നെ അഹംഭാവം തോന്നുക, വഹ്തഖറ الناس ജനങ്ങളൊക്കെ നിസ്സാരപ്പെടുത്തി കാണുക, അവരെ ചെറുതായിട്ട് തോന്നുക, ഫഹുവൽ മുതകബ്ബിറുൽ മംഖൂത്, അവനാണ് പടച്ചവന്റെ കോപത്തിന് വിധേയനായ കിബ്റൻ. കിബ്ർ മനസ്സിലാണ് ഉണ്ടാവുക, പക്ഷെ കിബ്റിന്റെ അടയാളങ്ങൾ പുറത്ത് പ്രകടമാവും. ചില അടയാളങ്ങളെ കണ്ടാൽ അവന്റെ മനസ്സിൽ കിബ്ർ ഉണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഒന്ന് ഹുബ്ബു തഖദ്ദുമി അലന്നാസ്, ഒന്നാമനാവണം, അതിന് ഭയങ്കര ഒരു ആർത്തി, ഒന്നാമനാകാനുള്ള.
അതുപോലെ തന്നെ മറ്റേയാളെക്കാളും ഓം വലിയവനാണ് എന്ന് അവൻ നടിക്കുകയും അത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതി. അതുപോലെ ചില പരിപാടിക്കൊക്കെ പോയാൽ സ്റ്റേജ് കയറി പറ്റാൻ ശ്രമിക്കും. സദസ്സിലൊന്നും എനിക്ക് ഇരുത്താൻ കൊടുക്കാം, എനിക്ക് സ്റ്റേജിൽ തന്നെ ഇരിക്കണം. അതെന്നെ ആ സ്റ്റേജിലെ ഏറ്റവും മുഖ്യ അതിഥികളായിട്ട് ആരെങ്കിലും വരുന്നെങ്കിൽ ഓന്റെ ബേക്ക് പോയിരിക്കും. കാരണം അപ്പോഴല്ലേ വീഡിയോയിലും ഫോട്ടോയിലൊക്കെ വരുള്ളൂ. ഇങ്ങനത്തെ ചിന്താഗതികളെല്ലാം ഏതിന്റെ അടയാളമാണ്? കിബർ അകത്തുണ്ട് എന്നതിന്റെ അടയാളമാണ്. നടത്തത്തിലും കുറച്ചൊരു ഗമ കാണിക്കുക. ഓനിക്ക് തന്നെ തോന്നാം ഓൻ ഏതോ കാര്യമായിട്ട് ആളാണ്. ഓന്റെ നടത്തം തന്നെ ഒരു സ്പെഷ്യൽ നടത്തം. ഓനെന്ത് പറഞ്ഞാലും അതിനെ എന്ത് ചെയ്യാൻ പാടില്ല, നിരൂപിക്കാൻ പാടില്ല, ഓനെ ഓനെ വിമർശിക്കാൻ പറ്റൂല. ഓൻ പറഞ്ഞത് ആമന്ന സല്ലം കേട്ടോളൂ, മറുത്തൊന്നും പറയരുത്. ഈ ചിന്താഗതിയെല്ലാം കിബറിന്റെ അടയാളമാണ്. ഒരു സത്യ സന്ദേശം കൊടുത്തിട്ട് അത് സ്വീകരിക്കാൻ കൂട്ടാക്കാതിരിക്കുക. മുസ്ലിമീങ്ങൾ, ദുർബലരായ മുസ്ലിങ്ങൾ ഉണ്ടാവും, മിസ്കിമാരുണ്ടാവും, സാധുക്കളുണ്ടാവും. അവരെയൊക്കെ വളരെ നിസ്സാരപ്പെടുത്തി കാണുക. ഓനോന്റെ പൈസക്കാരെ മാത്രം ഓനിക്ക്, ബാക്കിയുള്ളവരൊന്നും ഒന്നുമല്ല. ഈ രൂപത്തിലുള്ള കണക്കുകൂട്ടലുകളും കാട്ടിക്കൂട്ടലുകളും എല്ലാമാണ് കിബറിന്റെ അടയാളങ്ങൾ. അതുപോലെ സ്വന്തത്തെ പുകഴ്ത്തി പറയാ, ഞാൻ അങ്ങനെ ഞാൻ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് പുകഴ്ത്തി പറയാ. അതുപോലെ തറവാട് മഹിമ പറയാം, ഞങ്ങളെ തറവാട് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു, തറവാട് മഹിമ പറയാം. ആ മഹിമകളിൽ ഏതെങ്കിലും ചിലത് ഇവരിൽ ഉണ്ടെങ്കിൽ തിരക്കേടില്ല, അതൊട്ടില്ലാതാണ്. ചില ആളുകൾ വാപ്പമാര് നല്ല മനുഷ്യന്മാരായിരിക്കും, ആ വാപ്പമാരെ പറ്റി പറഞ്ഞിട്ട് മേനി നടിക്കുക. ആ വാപ്പാന്റെ എന്തെങ്കിലും സദ്ഗുണം ഇവൻ കൈപ്പറ്റിയിട്ട് പ്രാവർത്തികമാക്കുന്നുണ്ട്, അതൊട്ടില്ലാതാണ്. ഇങ്ങനെ പറഞ്ഞ് ഓരോന്റെ ബാക്കിയുള്ളതൊക്കെ പറഞ്ഞിട്ട് ഗമ കാണിക്കുക എന്നല്ലാതെ ഇവരിൽ ഗുണങ്ങളൊന്നും കാണാതിരിക്കുകയും ചെയ്യുമ്പോൾ ഇതെല്ലാം കിബറിന്റെ അടയാളങ്ങളാണ്. അപ്പൊ ഹൃദയ രോഗങ്ങൾ നാശകാരികളാണ്. നാശകാരികളെ തിരിച്ചറിയണം, അല്ലാതിരുന്നാൽ നാളേക്ക് നമുക്ക് നഷ്ടമാണ്. ഇതാണ് അബ്ദുല്ലാഹിൽ ഹത്താദ് തങ്ങൾ നൽകിയ ഉപദേശം. അല്ലാഹു അത് ഉൾക്കൊള്ളാനും ജീവിതത്തിൽ വിശുദ്ധി പുലർത്താനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. നമ്മളെയും നമ്മുടെ മക്കൾ, കുടുംബങ്ങൾ, ബന്ധുക്കൾ, നമ്മുടെ അയൽവാസികൾ എല്ലാവർക്കും അല്ലാഹു നന്മയും ഖൈറും ബറക്കത്തും ധാരാളമായി ചൊരിഞ്ഞു തരട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.